السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم اجعل حبك أحب إلي من نفسي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. رب زدنا علما نافعا. الحمد لله. നമ്മൾ 33 വരെ കഴിഞ്ഞു ആയത്ത്. ഇന്ന് 34 ചെയ്യാം ഇൻഷാല്ലാ. ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നുമില്ല, കുറച്ച് പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റുമെന്ന് വിചാരിക്കണം ഇൻഷാല്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും ഇബ്ലീസിന്റെ ഷർറിൽ നിന്ന് ശരണം തേടാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ആയത്തുകളിൽ അല്ലെ, നമ്മളെ സ്വന്തം കഥ, നമ്മൾ എന്താണ്, നമ്മളുടെ പിതാവായ ആദം അലൈഹിസ്സലാമിന്റെ അല്ലെങ്കിൽ നമ്മളെ മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ നമ്മളുടെ ഒറിജിൻ എവിടെ നിന്നാണ് തുടങ്ങിയത്, ആ ഒരു കഥ തുടങ്ങി വെച്ചല്ലേ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാന തആല നമ്മളെ അല്ലെങ്കിൽ ഈ ഒരു മനുഷ്യ സൃഷ്ടിപ്പിനെ തന്നെ എന്തുകൊണ്ടാണ് ആദരിച്ചത്, എന്ത് സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ് തന്നത് അല്ലെ, വേറെ ആർക്കും കൊടുക്കാത്ത, വേറെ ഒരു മഖ്ലൂക്കിനും കൊടുക്കാത്ത, ഏറ്റവും ശ്രേഷ്ഠമായ മലായികത്തിന് പോലും കൊടുക്കാത്ത എന്തോ ഒരു ഗിഫ്റ്റ് നമുക്ക് തന്നെന്നൊക്കെ നമ്മൾ കണ്ടു അല്ലെ. സുബ്ഹാനല്ലാഹ്. ഇൽമ, അറിവ് നേടാനുള്ള കഴിവ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാന തആല നമ്മളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് അല്ലെ, അത് ഉപയോഗിച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഇബാദത്ത് ചെയ്യാന്നുള്ളത്. അങ്ങനെ അള്ളാഹു സുബ്ഹാന തആല നമ്മളെ ഏറ്റവും ശ്രേഷ്ഠമായ അല്ലെങ്കിൽ ഏറ്റവും ആദരണീയമായ ഒരു എന്താണ് സൃഷ്ടികളാക്കിയിട്ട് മാറ്റിയിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ തുടർന്ന് എന്താണ് അള്ളാഹു പറയുന്നത് നമുക്ക് നോക്കാം. അടുത്ത ആയത്തില്, അതായത് 34 വഇദ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലി ആദമ ഫസജദൂ ഇല്ലാ ഇബ്ലീസ അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. നാം മലക്കുകളോട് പറഞ്ഞ സന്ദർഭം, നിങ്ങൾ ആദമിന് സാഷ്ടാംഗം ചെയ്യുക, സുജൂദ് ചെയ്യുക. അവരൊക്കെയും സാഷ്ടാംഗം പ്രണമിച്ചു, ഇബ്ലീസ് ഒഴികെ. അവൻ വിസമ്മതിച്ചു, അഹങ്കരിക്കുകയും ചെയ്തു. അങ്ങനെ അവൻ സത്യനിഷേധികളിൽ പെട്ടവനായി. നമുക്ക് വേർഡ് അനാലിസിസ്, ഈ ഒരു ആയത്തിലുള്ള വാക്കുകളൊന്ന് കാണാം ഇൻഷാല്ലാ. അപ്പം ആദ്യം വ ഇദ് ഖുൽന, വ എന്ന് പറഞ്ഞാൽ അടുത്തതിന് നമ്മൾ ചേർത്ത് പറയണല്ലേ, കഴിഞ്ഞ ആയത്തുമായിട്ട് ചേർത്ത് പറയണം. ഇത് നമ്മൾ പറഞ്ഞിരുന്നു, ഓർക്കുക. അങ്ങനെ സംഭവിച്ചത് അല്ലെങ്കിൽ ആ ഒരു സന്ദർഭം നിങ്ങൾ ഓർക്കുക. ഖുൽന, നാം പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം. ലിൽ മലായിക, ആരോടാണ്? മലക്കുകളോട്. ഉസ്ജുദു, നിങ്ങൾ എല്ലാവരും സുജൂദ് ചെയ്യുക. ഇതൊരു കൽപ്പനയാണ്, കമാൻഡ് ആണ്. അവസാനം വാവ് ഉള്ളത് കൊണ്ട് നിങ്ങൾ എല്ലാവരും, ഓക്കെ, വാവ് അലിഫ് ഉള്ളത് കൊണ്ട് നിങ്ങൾ എല്ലാവരും എന്ന് വന്നു. ഇവിടെ ഇത് മാത്രമേ ഈ ഒരു പേജിൽ പുതിയ റൂട്ട് ലെറ്റർ ഉള്ളൂ, സീൻ ജീം ദാൽ. ലി ആദമ, ആദമിനോട്. ഫസജദു, ഫ അപ്പോൾ, ഉടനെ തന്നെ. സജദു, അവർ എല്ലാവരും സുജൂദ് ചെയ്തു. ഇവിടെയും വാവ് അവസാനം ഉള്ളത് കൊണ്ടാണ് അവർ എല്ലാവരും. നമ്മൾ കഴിഞ്ഞ എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലെ, ഖാലു, അവർ, മലക്കുകൾ എല്ലാവരും പറഞ്ഞു. അപ്പം ഏതാണ് അതിനുള്ള വാക്ക്? അത് ഖാലു ആയിരുന്നു, അവർ എല്ലാവരും പറഞ്ഞു. ഇല്ല, ഒഴികെ. ഇബ്ലീസ, ഇബ്ലീസ് ഒഴികെ. ഇബ്ലീസിന്റെ റൂട്ട് ബ ലാം സീൻ. ഓക്കെ, ഇത് ഇബ്ലീസിന്റെ പേരല്ല, ഇബ്ലീസിന്റെ ഒരു ക്വാളിറ്റി, സ്വഭാവത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു വാക്കാണ് ഇബ്ലീസ്. ഇബ്ലീസിന്റെ ഒറിജിനൽ പേര് അസാസിൽ എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അസാസിൽ. അബ, അബ എന്ന് പറഞ്ഞാൽ അവൻ നിരസിച്ചു അല്ലെങ്കിൽ വിസമ്മതിച്ചു. ഹംസ ബ യ. വസ്തക്ബറ, വ എന്ന് പറഞ്ഞാൽ ആൻഡ്. ഓക്കെ, ഇസ്തക്ബറ, അവൻ അഹങ്കാരം നടിച്ചു. ഇസ്തക്ബറയില് നമ്മൾ മുമ്പൊക്കെ പറഞ്ഞ പോലെ, ഇസ്തായീനിലൊക്കെ പറഞ്ഞ പോലെ ഒരു സീൻ താ ഉണ്ട് അല്ലെ. സീൻ താ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി തേടുക, അല്ലെങ്കിൽ അതിനു വേണ്ടി അന്വേഷിക്കുക എന്നുള്ള പോലെയുള്ള അർത്ഥമാണ്. അത് തേടുക അല്ലെങ്കിൽ അതിനു വേണ്ടി ശ്രമിക്കുക എന്നൊക്കെ ഉള്ള പോലെ. അപ്പം ഇവിടെ അവൻ, ഇബ്ലീസ് എന്താണ് ശ്രമിച്ചത്? കാഫ് ബ റോ അല്ലെ, റൂട്ട് കാഫ് ബ റോ, ഇസ്തക്ബറ. സീൻ താ പിന്നെ കാഫ് ബ റോ. എന്തിനു വേണ്ടിയിട്ടാണ്? വലുതാവാൻ വേണ്ടിയിട്ട്, മഹത്വം ഉണ്ടാവാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പം കബീർ, അക്ബർ, ഇതൊക്കെ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് ബന്ധപ്പെടുത്തുന്ന വാക്കുകളാണ് അല്ലെ. മുത്തകബ്ബിർ, തകബ്ബുർ,
ഏറ്റവും മഹത്വമേറിയത്. അപ്പം ഇബ്ലീസ് അവിടെ സ്വയം മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചതാണ് ഇസ്തക്ബറ എന്ന് പറയുന്നത്. അഹങ്കാരിയാവാൻ വേണ്ടിയിട്ട്, അല്ലെ? സ്വന്തം അഭിമാനം, ഞാനാണ് ഏറ്റവും ഉയർന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ശരിക്കും മഹത്വത്തിന് അർഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു അക്ബർ, മുതക്കബ്ബിർ എന്നൊക്കെ ആവുന്നത്. പക്ഷെ മനുഷ്യന്മാര് ഞാനാണ് ഏറ്റവും വലുത് എന്ന് തേടാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ അതിനു വേണ്ടി ശ്രമിക്കാൻ പോകുമ്പം അത് ശരിയാവില്ല. കാരണം മനുഷ്യന്മാര് അത്ര മഹത്വം ഏറിയവനല്ല. അത് അവനെ അഹങ്കാരത്തിലേക്കും കിബ്റിലേക്കും ഒക്കെ നയിക്കും. വകാന, അവൻ ആയിരുന്നു, മിനൽ കാഫിരീൻ, ഏത്? കാഫിറുകളിൽ പെട്ട, നിഷേധികളിൽ പെട്ടവനായിരുന്നു. ഇവിടെ കാഫ് ബാറോ വസ്തക്ബറന്റെ മാത്രമാണ് ഒരു പുതിയ റൂട്ട് ഉള്ളത്. ഇനി നമുക്ക് തഫ്സീറിലേക്ക് പോവാം ഇൻഷാ അല്ലാഹ്. വഇദ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ. അപ്പം വഇദ് ഖുൽനാ, വഇദ് ഖുൽനാ, നിങ്ങൾ ഓർക്കുക. ഇദ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഇതിന്റെ പിന്നിൽ ഉദ്കുറു ഇദ് എന്നാണ്. നിങ്ങൾ ഓർക്കുക എന്ന ഒരു കാര്യം ഉണ്ട്. അത് ബൈഹാർട്ട് ചെയ്ത് വെച്ചോ. കാരണം അത്രയും പ്രാവശ്യം ഖുർആനില്, കാരണം ഖുർആനിലുടനീളം പല പഴയ സംഭവ കഥകളും എടുത്തു പറയാണ്, അല്ലെ? അപ്പം ആ കഥകളൊക്കെ നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പൊ അള്ളാഹു നമ്മൾ അത് ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. എന്തിനാണ്? അതിൽ നിന്നൊരു ലെസൺ നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി, അല്ലാണ്ട് നമ്മളെ ചരിത്രം പഠിപ്പിക്കാനല്ല, അല്ലെ? അപ്പം ഉസ്കുറു ഇദ്, അത് സംഭവിച്ച സമയം നിങ്ങളൊന്ന് ഓർക്ക്, എന്നിട്ട് നമുക്ക് ചിലതൊക്കെ പറയാനുണ്ട്, അല്ലെ? സുബ്ഹാനല്ലാഹ്. എന്താണ് അള്ളാഹു പറയുന്നത്? വഇദ് ഖുൽനാ, നാം പറഞ്ഞപ്പോൾ, എന്ത്? നാം പറഞ്ഞ ആ സന്ദർഭം നിങ്ങൾ ഓർക്കുക. ഇവിടെ ഖുൽന, നാം, അല്ലെ? നാ എന്ന് പറഞ്ഞ അവസാനം വന്നാൽ നമുക്കറിയാം ഞങ്ങൾ അല്ലെങ്കിൽ നാം എന്നുള്ള അർത്ഥമാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു തആലയാണ് പറഞ്ഞത്, അല്ലെ? അള്ളാഹു പറഞ്ഞു എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അവിടെ പ്ലൂറൽ ഉപയോഗിച്ചിട്ടുള്ളത്? നമുക്കറിയാം അള്ളാഹു ഏകനാണ്, വാഹിദാണ്, അൽ അഹദാണ്, അല്ലെ? ഇവിടെ പ്ലൂറൽ ഉപയോഗിക്കാൻ കാരണം എന്താണ്? ഇത് ബഹുമാന സൂചകമായിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല അള്ളാഹുവിനോട് തന്നെയുള്ള അല്ലെങ്കിൽ അള്ളാഹുവിന് തന്നെ ആ ഒരു ഓണർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഖുർആനിൽ പല സ്ഥലങ്ങളിലും അള്ളാഹുവിനെ പ്ലൂറലായിട്ട് ഉപയോഗിച്ച്, അല്ലെങ്കിൽ ബഹുവചനമായിട്ട് ഉപയോഗിക്കുന്നത് കാണാം. ചില ഭാഷകളിൽ, പ്രത്യേകിച്ച് അറബി, ഉറുദു, ഹിന്ദി ഭാഷകളിലൊക്കെ ഇങ്ങനെ ബഹുമാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ സിംഗുലറിനെ പ്ലൂറലാക്കി പറയാറുണ്ട്. അപ്പൊ നമ്മൾ തന്നെ നാട്ടിലെ സംസാര ഭാഷയിൽ, അല്ലെ, ഒരു പ്രായത്തിൽ മുതിർന്നവരെ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ചിലപ്പോൾ പ്രായത്തിൽ മുതിർന്നവരും ആവില്ല, നമുക്കൊരു ബഹുമാനമുള്ള ആളുകളെ നീ എന്ന് പറഞ്ഞ അഡ്രസ് ചെയ്യില്ല, നിങ്ങൾ എന്നേ പറയുള്ളൂ, അല്ലെ? നിങ്ങൾ നമ്മൾ പറയും. കോഴിക്കോട് ആ ഒരു നോർത്ത് സൈഡിലാണെങ്കിൽ നീ എന്ന് പറയില്ല. പക്ഷെ നമുക്ക് വേറെ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ നീ എന്നൊക്കെ പറഞ്ഞ അഡ്രസ് ചെയ്യുന്നത് കാണാം. അപ്പം ഒരാൾ സിംഗുലർ തന്നെ പ്ലൂറലാക്കി പറയുന്നത് പലപ്പോഴും ബഹുമാനത്തിന്റെ സൂചന ആയിട്ടാണ്. ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു തആല തന്നെ ബഹുവചനമായിട്ട് പറയുന്നത് കാണാം. അപ്പം വഇദ് ഖുൽനാ ലിൽ മലായികതി, അള്ളാഹു സുബ്ഹാനഹു തആല, അതായത് നാം മലക്കുകളോട് പറഞ്ഞ സന്ദർഭം. അപ്പം ആദ്യം ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചിട്ട് ആദം അലൈഹിസ്സലാമിന് പഠിപ്പിച്ചു കൊടുത്തു, പേരുകളൊക്കെ പഠിപ്പിച്ചു കൊടുത്ത കാര്യം പറഞ്ഞു. അതിനുശേഷം മലായിക്കത്തിന് പ്രൂവ് ചെയ്ത് കൊടുത്തു, അല്ലെ? നിങ്ങൾക്ക് ഒന്നും അറിയൂല, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാം അറിയൂല എന്നുള്ള കാര്യം മലായിക്കത്തിന് തെളിയിച്ചു കൊടുത്തു. അതിനുശേഷം മലായിക്കത്ത് അവരുടെ, അല്ലെ, അവര് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ തീരുമാനം, ഭൂമിയിൽ ഖലീഫമാരെ കൊണ്ടുള്ള തീരുമാനം പൂർണ്ണ മനസ്സോടുകൂടി, അല്ലെങ്കിലും അവർക്ക് അള്ളാഹു സുബ്ഹാനഹു തആല ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾക്ക് ഒരു എതിർപ്പില്ല. അവരുടെ ഒരു ഹിക്മത്ത്, അല്ലെങ്കിൽ അതിന്റെ ഹിക്മത്ത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ചോദ്യം ചോദിച്ചതായിരുന്നു. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു തആല ഇത് തെളിയിച്ചു കൊടുത്തപ്പോൾ അവരത് പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിച്ചിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്, അല്ലെ? അതിനുശേഷം അള്ളാഹു എന്താണ് മലായിക്കത്തിന്റെ അടുത്ത് പറയാണ്, ഉസ്ജുദു ലി ആദം, നിങ്ങൾ ആദമിന് സാഷ്ടാംഗം ചെയ്യ്, സുജൂദ് ചെയ്യ്. ഉസ്ജുദു, ഞാൻ പറഞ്ഞു, അതൊരു കമാൻഡാണ്, ഒരു കൽപ്പനയാണ്, അല്ലെ? അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സീൻ ജീൻ ദാൽ, ഓക്കെ. സുജൂദ് അല്ലെങ്കിൽ സജദ എന്ന് പറഞ്ഞാൽ പ്രോസ്ട്രേഷൻ അല്ലെങ്കിൽ സാഷ്ടാംഗം. സുജൂദ് എന്ന് പറയുമ്പം ശരിക്കും നമ്മളുടെ നെറ്റി ഗ്രൗണ്ടിൽ, നിലത്ത് മുട്ടുന്ന രീതിയിൽ നമ്മൾ ഒരാളുടെ മുമ്പിൽ, ആരെ നമ്മൾ ബഹുമാനിക്കുന്നോ ആദരിക്കുന്നോ അവരുടെ മുന്നിൽ നമ്മൾ നെറ്റി മണ്ണിൽ അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ വെച്ചിട്ട്, നിലത്ത് വെച്ചിട്ട് ചെയ്യുന്ന സാഷ്ടാംഗത്തിനാണ് സുജൂദ് എന്ന് പറയുന്നത്. റുക്കൂ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. റുക്കൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാം? കുനിയ, അല്ലെ? ജസ്റ്റ് ഇങ്ങനെ ബോ ചെയ്യുന്നതിനാണ്, കുമ്പിടുന്നതിനാണ് റുക്കൂ എന്ന് പറയുന്നത്. സുജൂദ് എന്ന് പറഞ്ഞാൽ ശരിക്കും നെറ്റി നിലത്ത് മുട്ടിയിട്ട് നമ്മൾ ഒരാൾക്ക്, അത് താഴെ തന്നെ നിലത്ത് വെച്ചിട്ട് നമ്മൾ ഒരാളെ ബഹുമാനിക്കുന്നതിനാണ് സുജൂദ് എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആനിലുടനീളം റുക്കൂവിനെയും സുജൂദിനെയും വേറെ തന്നെ ആക്കിയിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സൂറത്ത് ഫത്ഹില് 29ാമത്തെ ആയത്തിൽ തറാഹും റുക്അൻ സുജ്ജദൻ യത്ബഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാനൻ,
അള്ളാഹുവിങ്കിൽ നിന്നുള്ള അനുഗ്രഹവും പ്രീതിയും നേടിക്കൊണ്ട് അവർ കുമ്പിട്ടും സാഷ്ടാംഗം ചെയ്തും നമസ്കരിക്കുന്നതായി നിനക്ക് കാണാം. അപ്പം തറാഹും റുക്കഅൻ സുജ്ജദൻ, അവര് കുമ്പിടുകയും അതായത് റുക്കൂ ചെയ്തും സുജൂദ് ചെയ്തും നമസ്കരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പം അവര് രണ്ടും ചെയ്യുന്നുണ്ട്. അതുപോലെ സൂറത്ത് ഹജ്ജില് 77-ാമത്തെ ആയത്തില് യാ അയ്യുഹല്ലദീന ആമനു ഉർക്കഊ വസ്ജുദു, നിങ്ങൾ സത്യവിശ്വാസികളെ നിങ്ങൾ കുമ്പിടുകയും സാഷ്ടാംഗം ചെയ്യും. അവിടെ റുക്കുവും സുജൂദും വേറെ വേറെ പറയുകയാണ്. അപ്പം റുക്കുവും സുജൂദും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് മനസ്സിലാക്കുന്ന ആയത്തുകൾ അല്ലെങ്കിൽ ഭാഗങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അള്ളാഹു സുബ്ഹാന തആല അവരുടെ അടുത്ത്, അതായത് മലായിക്കത്തിന്റെ അടുത്ത് വെറുതെ കുനിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റുക്കൂ ചെയ്യാൻ വേണ്ടി അല്ല ഇവിടെ പറഞ്ഞത്. അത് പ്രത്യേകം എടുത്ത് പറയാൻ വേണ്ടിയാണ് ഇവിടെ റുക്കൂവും സുജൂദും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി തന്നത്. കാരണം സുജൂദ് നമ്മൾ വേറെ ആർക്കും ചെയ്യാൻ പാടില്ലല്ലോ, അപ്പൊ ആദം അലൈഹി ഇസ്ലാമിന് എങ്ങനെയാ ചെയ്യുക എന്നൊക്കെയുള്ള സംശയത്തിന്റെ പേരിൽ അത് സുജൂദ് ആയിരുന്നില്ല, ജസ്റ്റ് കുമ്പിടലായിരുന്നു എന്നൊക്കെ നമ്മൾ അറ്റ്ലീസ്റ്റ് അങ്ങനെ കേട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചേക്കാം. അതുകൊണ്ടാണ് ഇത് രണ്ടും തമ്മിൽ ശരിക്കും വ്യത്യാസമുണ്ടെന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ സുജൂദ്, അതിലേക്ക് നമുക്ക് വരാം. ഇത് ഖുൽനാലിൽ മലായികത്തി സ്ജുദു ലി ആദം, അല്ലെ, സുജൂദ് ചെയ്യ ആദമിലേക്ക്, ശരിക്കും സുജൂദ് ചെയ്യാനാണ് പറഞ്ഞത്. പക്ഷെ ഈ സുജൂദ് എന്ന് പറയുന്നത് ഇബാദത്തിന്റെ സുജൂദ് അല്ല. അതായത് ആദം അലൈഹിസ്സലാമിന് ഇബാദത്ത് ചെയ്യുന്നതിന്റെ സുജൂദ് അല്ല. പകരം ആദം അലൈഹിസ്സലാമിന് ബഹുമാനം അല്ലെങ്കിൽ ആദരവ് കാണിക്കാനുള്ള, അല്ലെങ്കിൽ ആദം അലൈഹിസ്സലാമിന്റെ മുമ്പിൽ വിനയം കാണിക്കാനുള്ള, അല്ലെങ്കിൽ അഭിവാദ്യം ചെയ്യാനുള്ള, അല്ലെ, ഭൂമിയിലേക്ക് പുതിയൊരു സൃഷ്ടി വന്നതാണ് സുബ്ഹാനല്ലാഹ്. അല്ലെങ്കിൽ ഭൂമിയിലേക്ക് വന്നിട്ടില്ല, അള്ളാഹു സുബ്ഹാന തആല പുതിയ സൃഷ്ടിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പൊ അവർക്ക് അഭിവാദ്യം കൊടുത്തിട്ട് അല്ലെങ്കിൽ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള സുജൂദാണ് ഇത്, അല്ലെ. അപ്പൊ ഫസ്ജുദു എന്ന് പറഞ്ഞപ്പോ മലക്കുകൾ എല്ലാവരും എന്താക്കി, ഫസ്ജുദു, അത് അവർ എല്ലാവരുമാണ്, അല്ലെ, മലക്കുകൾ എല്ലാവരും സുജൂദ് ചെയ്തു. ഇവിടെ ഫ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാല് അതുകൊണ്ട്, അല്ലെങ്കിൽ അപ്പോൾ, അതായത് അള്ളാഹു സുബ്ഹാന തആല ഉസ്ജുദു എന്ന് പറഞ്ഞപ്പോ തന്നെ അവരെന്ത് ചെയ്തു, തൊട്ടടുത്ത് അവർ ചെയ്തത് എന്താണ്, അവര് സുജൂദ് ചെയ്തു. അള്ളാഹു കമാൻഡ് ചെയ്തു, അവരത് അനുസരിച്ചു, ഒരു ഡിലേയും ഇല്ല. ഇതാണ് മലായിക്കത്തിന്റെ അനുസരണ, അല്ലെ. നമ്മള് ആയത്ത് 30 കണ്ടിരുന്നു, വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക്. ഇവിടെ നമ്മൾ നുസബ്ബിഹു അല്ലെങ്കിൽ തസ്ബീഹിന്റെ വേർഡ് മീനിങ് പറഞ്ഞപ്പോ നമ്മൾ പറയുന്നു, അത് പെട്ടെന്നുള്ള അനുസരണയാണ്, അല്ലെ, യാതൊരു അമാന്തിക്കലോ അല്ലെങ്കിൽ ഡിലേ വരുത്തലും ഇല്ലാതെ ഉടനെ തന്നെയുള്ള അനുസരണയാണ് തസ്ബീഹ് അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നുസബ്ബിഹു എന്ന് പറയുന്ന കാര്യം. അപ്പം അവരുടെ കാര്യത്തിൽ അവര് പിന്നെ അത് ചിന്തിച്ചിട്ടൊന്നുമില്ല, അപ്പൊ തന്നെ സുജൂദ് ചെയ്തു എന്നാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. പല കൾച്ചറുകളിലും നമുക്ക് കാണാം ആളുകൾ പരസ്പരം കുമ്പിടുന്നത്, അല്ലെ, കുനിഞ്ഞ് ബഹുമാനം കാണിക്കുന്നത്. ഇപ്പൊ ജാപ്പനീസ് കൾച്ചറിലൊക്കെ അവരെ ഗ്രീറ്റ് ചെയ്യുന്നത്, നമ്മൾ സലാം പറയുന്ന പോലെ അവർ ഗ്രീറ്റ് ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കുമ്പിട്ടിട്ടാണ്, കുനിഞ്ഞിട്ടാണ്. അത് അനുവദനീയമാണോ അല്ലേ എന്നുള്ളത് സത്യം പറയുകയാണെങ്കിൽ ഇത് മുന്നേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിന് മുന്നേ ഒക്കെ ഇത് അനുവദനീയമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. നമുക്ക് സൂറത്ത് യൂസുഫിൽ കാണാം, യൂസുഫ് അലൈഹിസ്സലാം രാജാവായപ്പം അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെ വന്ന് സിംഹാസനത്തിന്റെ മുകളിൽ ഇരുത്തുന്ന ആ ഒരു അവസരത്തിൽ അവരെല്ലാവരും സുജൂദ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെഫറൻസ് 100-ാമത്തെ ആയത്തിലുണ്ട്. വറഫഅ അബവൈഹി അലൽ അർശി വഖറു ലഹു സുജ്ജദൻ. അദ്ദേഹം തന്റെ മാതാപിതാക്കളെ രാജപീഠത്തിന്മേൽ കയറ്റിയിരുത്തി, അവർ അദ്ദേഹത്തിന്റെ മുമ്പിൽ പ്രണാമം ചെയ്യുന്നവരായിക്കൊണ്ട് വീണു. സുബ്ഹാനല്ലാഹ്. അപ്പം ആ സംഭവം അതിനു മുമ്പൊക്കെ ഇതുപോലെ സുജൂദ് ചെയ്യൽ, ഇവിടെയും യൂസ് ചെയ്ത വാക്ക് സുജ്ജദൻ തന്നെയാണ്, സുജൂദ് തന്നെയാണ്. സുജൂദ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നിടത്തോളം അതെന്താണ്, അവര് നിലത്ത് മുട്ടിച്ചുകൊണ്ട് ചെയ്യുന്ന സുജൂദ് അല്ലെങ്കിൽ പ്രണാമമാണ് സുജൂദ്. അപ്പം അന്ന് അത് അനുവദനീയമായിരുന്നു, പക്ഷെ ഇപ്പോൾ അത് അനുവദനീയമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായിട്ട് ഹദീസുകളിൽ അത് പറഞ്ഞ് വിലക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ മറ്റാരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത ഒരാളുടെ മുമ്പിലും സുജൂദ് ചെയ്യൽ അനുവദനീയമല്ല. സുജൂദും റുകൂവും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രം ഉള്ളതാണ്. അപ്പം ഇവിടെ മലായിക്കത്ത് ശരിക്കും ആദം അലൈഹിസ്സലാമിനാണ് സുജൂദ് ചെയ്തത്, അല്ലെ. അവർ ആദം അലൈഹിസ്സലാമിനെ ഇബാദത്ത് ചെയ്യായിരുന്നോ? അല്ല, അവര് എന്താ ചെയ്തത്, അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്കാണ് ഇബാദത്ത് ചെയ്യുന്നത്. കാരണം വേറൊരാൾക്കും സുജൂദ് അനുവദനീയമല്ല നമുക്കറിയാം, വേറൊരാൾക്കും ഇബാദത്ത് അനുവദനീയമല്ല എന്നറിയാം, അല്ലെ. ആദം അലൈഹി ഇസ്ലാമിനാണ് അവർ സുജൂദ് ചെയ്തെങ്കിലും ഇത് അള്ളാഹുവിനോടുള്ള ഒരു ഇബാദത്തിന്റെ ഭാഗമാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു തആല ഒരു കാര്യം കൽപ്പിച്ചാല് അത് അനുസരിക്കൽ, അല്ലെ, അതിന് പിന്നെ ഒരു ചിന്തയില്ലാണ്ട് എന്തെന്നുള്ള ചോദ്യമില്ലാണ്ട് സംശയമില്ലാതെ അത് അനുസരിക്കല് അള്ളാഹുവിനോട് ചെയ്യുന്ന ഇബാദത്താണ്.
ഒരു ഉദാഹരണം പറയാം. നമ്മളിപ്പോ ഒരാളെ കൊല്ലാന്ന് വെക്കുക, അല്ലെങ്കിൽ ഒരു നിഷ്കളങ്കമായിട്ടുള്ള ഒരാളെ, അല്ലെങ്കിൽ ഒരു വാപ്പ ഒരു മോനെ കൊല്ലാന്ന് പറഞ്ഞാൽ വലിയൊരു തെറ്റാണ് അല്ലെ. ഏറ്റവും വലിയ പാപങ്ങളിൽ ഒന്നാണ് കൊലപാതകം. അതിലൊരു വാപ്പ ഒരു മോനെ കൊല്ലാന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ തെറ്റാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു തആല ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് അല്ലെ മോനെ അറുക്കാൻ പറഞ്ഞപ്പോൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാം അതിന് തയ്യാറായി. അതൊരു വലിയ പാപമായിട്ടാണോ ചെയ്തത്? അല്ല, അത് ഇബാദത്തായിരുന്നു. സുബ്ഹാനല്ലാഹ്. കാരണം അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ഇബ്രാഹിം അലൈഹി ഇസ്ലാം അനുസരിച്ചു. അപ്പം എന്താണ് ഹറാമാക്കപ്പെട്ട അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ഉണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളോട് നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് എന്തെന്നുള്ള ചോദ്യമില്ല, സംശയമില്ല, ഡിലേ ഇല്ല, ഉടനെ അനുസരിക്കല് എന്താണ്? ഇബാദത്താണ്. അപ്പം ഇത് തന്നെയാണ് ഇവിടെ മലായിക്കത്തിന്റെ കാര്യത്തിലും സംഭവിച്ചിട്ടുള്ളത്. അള്ളാഹു എന്താണ് ഉസ്ജുദു എന്ന് പറഞ്ഞു, അവരെന്ത് ചെയ്തു? അപ്പൊ തന്നെ സുജൂദ് ചെയ്തു. ഒരു സംശയവുമില്ല, പെട്ടെന്ന് തന്നെ ചെയ്തു. തുടർന്ന് ഇല്ലാ ഇബ്ലീസ, ഇബ്ലീസ് അല്ലാതെ. ഇബ്ലീസ് എന്നുള്ള വാക്കില്ലേ നമുക്ക് എല്ലാവർക്കും ഫെമിലിയറാണ്. കാരണം നമ്മളെ ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരാളാണ് ഇബ്ലീസ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഓരോരുത്തരെയും വീക്ക്നെസ്സുകൾ, നമ്മൾ എങ്ങനെ തിരിയുന്നു, എങ്ങനെ മറിയുന്നു, എന്ത് പറഞ്ഞാൽ എന്തിൽ വീഴും നമ്മളെന്നാ മൂപ്പർക്ക് നല്ലോണം അറിയാലേ. നമ്മൾ ഇബ്ലീസിനെ അറിയില്ല എന്ന് പറഞ്ഞാലും മൂപ്പർക്ക് നമ്മളെ നല്ലോണം അറിയാം. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഷെയ്ത്താന്റെ ചീഫാണ്, ഷയാത്തീന്റെ ലീഡറാണ് ഇബ്ലീസ്. ഇബ്ലീസ് എന്നുള്ള വാക്ക് ബാ ലാം സീൻ, ഓക്കെ, ബാ ലാം സീൻ എന്നാണ് പണ്ഡിതന്മാര് പറയുന്നത്. അബ്ലസ എന്നുള്ള വാക്ക്, അബ്ലസ എന്ന് പറഞ്ഞാൽ നിരാശപ്പെടുക, അങ്ങേയറ്റം നിരാശപ്പെടുക. ഓക്കെ, ഇബ്ലീസ് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കാരുണ്യത്തില് അങ്ങേയറ്റം നിരാശപ്പെട്ടവനാണ്. അവന് ആവശ്യമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ വേണമായിരുന്നെങ്കിൽ അവന് ശരിക്കും തൗബ അല്ലെങ്കിൽ ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങായിരുന്നു, അള്ളാഹുവിന്റെ പാപമോചനം തേടായിരുന്നു. പക്ഷെ അവനത് ചെയ്തില്ല. അതുകൊണ്ട് അവന് ഇനി യാതൊരു പ്രതീക്ഷയുമില്ല, യാതൊരു ആശയുമില്ല, ഒരു പ്രതീക്ഷയുമില്ല ഇനി ബാക്കി. അങ്ങേയറ്റം നിരാശപ്പെട്ടവനാണ് ആര്? ഇബ്ലീസ്. ഇബ്ലീസിനെ മാത്രമേ ഉള്ളൂ അങ്ങനെ യാതൊരു പ്രതീക്ഷയും ഇല്ലാത്തത് അല്ലെ. നമുക്ക് എല്ലാവർക്കും സുബ്ഹാനല്ലാഹ് എത്ര തന്നെ തിന്മ ചെയ്താലും നമുക്ക് പ്രതീക്ഷ ബാക്കിയുണ്ട് അള്ളാഹു സുബ്ഹാനഹു തആലയിൽ അല്ലെ. അള്ളാഹുവിന്റെ കാരുണ്യത്തില് അള്ളാഹുവിനോട് പാപമോചനം തേടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രതീക്ഷ ബാക്കിയുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇതാണ് ഇബ്ലീസ്, നിരാശൻ, അങ്ങേയറ്റം നിരാശയുള്ളവൻ, ഒരു പ്രതീക്ഷയും ബാക്കിയില്ലാത്തവൻ. ആ ഒരു വാക്കിൽ നിന്നാണ് ഈ പേരുണ്ടായത്. ഇബ്ലീസിന്റെ ഒറിജിനൽ പേര് അസാസീൽ എന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഇബ്ലീസിന് ഇത് തന്നെയാണ് നമ്മളും ചെയ്ത് കാണിക്കേണ്ടത്. ഇബ്ലീസിന്റെ താല്പര്യം എന്താണ്? നമ്മളും ഇതുപോലെ നിരാശയുള്ളവരായി തീരുക എന്നുള്ളത്. ഇബ്ലീസ് വേഗം നമ്മളുടെ ഉള്ളിൽ കൊണ്ടുവന്ന് ഇട്ട് തരുന്ന ഒരു കാര്യമാണ്, ഇനിയിപ്പോ എന്താ, ഒന്നും ചെയ്തിട്ട് കാര്യമില്ല, നീ നന്നാവുന്നില്ലല്ലോ, ഇനി ആ വഴിക്ക് പോകണ്ട, എത്ര കാലമായി നീ ചെയ്യുന്നില്ല. ഇന്നലെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പലപ്പോഴും പ്രത്യേകിച്ച് ഈ ഒരു കാര്യത്തിൽ ഇറങ്ങുമ്പോൾ ഇബ്ലീസ് നമുക്ക് വേഗം നിരാശ ഇട്ട് തരും. നീ ഇത്രയും പഠിച്ചിട്ട് കഴിഞ്ഞതൊക്കെ മറന്നുപോയില്ലേ. ഇബ്ലീസ് ഏറ്റവും കൂടുതൽ ശ്രമിക്കുക എന്താന്ന് വെച്ചാൽ, ഇത് നമ്മൾ ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് പോകുമ്പോഴും, ഈ ആയത്തുകൾ ഓരോ ആയത്ത് എക്സ്ട്രാ പഠിക്കുമ്പോഴും നമ്മൾ കൂടുതൽ നന്നാവാനുള്ള ചാൻസ് അല്ലെ. അപ്പം എത്രയും പെട്ടെന്ന് നിർത്തുന്നുവോ, അതിന് ആദ്യത്തെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടാണെങ്കിലും കുഴപ്പമില്ല, നമ്മൾ മുന്നോട്ട് പോകണില്ലല്ലോ. അപ്പം ഇബ്ലീസിന് അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നമ്മളെ മാറ്റാൻ വേണ്ടിയിട്ട് ഇബ്ലീസ് എല്ലാ പണിയും നടത്തും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. എപ്പോഴും നമ്മൾ ഈ ഒരു പഠനം, ഖുർആനും തഫ്സീറും അത് ഖുർആനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്യുമ്പോൾ ഇബ്ലീസിന്റെ ശല്യം ഉണ്ടാവും അറിഞ്ഞുകൊണ്ട് തന്നെ ശരിക്കും ബോധവാന്മാരായിട്ടിരിക്കും. എന്ത് ചെയ്യുമ്പോഴും ചിന്തിക്കുക, ഇബ്ലീസ് പറയാണോ എൻ്റെ അടുത്തെന്ന്. അപ്പൊ നമ്മളുടെ വ്യക്തമായ ശത്രുവാണ് ഇബ്ലീസ് അല്ലെ. അപ്പം ഇബ്ലീസ് ഒഴികെ എന്താണ്, ഇബ്ലീസ് എന്ത് ചെയ്തില്ല? സുജൂദ് ചെയ്യാൻ തയ്യാറായില്ല. മലായിക്കത്ത് എല്ലാവരും സുജൂദ് ചെയ്തു, ഇല്ല ഇബ്ലീസ് ഒഴികെ. ഇബ്ലീസ് എന്താ ചെയ്തത്? അബ എന്ന് പറഞ്ഞാൽ വിസമ്മതിച്ചു, നിരസിച്ചു അല്ലെ. ഹംസ ബ യ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വിസമ്മതിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല ഞാൻ ചെയ്യൂല എന്ന് പറഞ്ഞ് റിജക്ട് ചെയ്യുക, റിഫ്യൂസ് ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. അള്ളാഹു സുബ്ഹാനഹു തആല സുജൂദ് ചെയ്യാൻ പറഞ്ഞു, ഇബ്ലീസ് എന്നെ കൊണ്ട് പറ്റൂല, ഞാൻ ചെയ്യൂല അല്ലെ. ഡയറക്റ്റ് ആയിട്ട് ഇല്ല ഞാൻ ചെയ്യൂല. എന്തുകൊണ്ടാണ്? വസ്തക്ബറ, ഇസ്തിക്ബാർ അല്ലെ. നമ്മൾ റൂട്ടിൽ പറഞ്ഞിരുന്നു, ഇസ്തിക്ബാർ എന്ന് പറഞ്ഞാല് കാഫ് ബ റ, കിബ്ർ അല്ലെ, കിബറിൽ നിന്ന് വരുന്നതാണ്. അവന് കിബർ നടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. കാരണം ഞാനാണ് വലിയവൻ എന്ന് വരുത്താൻ വേണ്ടിയിട്ട് അവൻ ശ്രമിച്ചു. ഞാൻ അങ്ങേയറ്റം മഹത്വമേറിയവനാണ്, മറ്റുള്ളവരൊക്കെ താഴെയാണ് എന്ന് വിചാരിക്കുന്നതിനാണ് കിബർ എന്ന് പറയുന്നത്. ഓക്കെ, മറ്റുള്ളവരെക്കാളും മുകളിലാണ്, ഒരു പടിയെങ്കിലും മുകളിലാണ് ഞാനെന്ന് ചിന്തിക്കലാണ് കിബർ ആണ്. എന്താണ്? ഇതിൽ നിന്നാണ് അഹങ്കാരം എന്ന് ഒക്കെ പറയുന്ന വാക്ക് ഉണ്ടാവുന്നത്. വസ്തക്ബറ. അങ്ങനെ ഇബ്ലീസ് അങ്ങേയറ്റം അഹങ്കാരിയായിട്ട് മാറി. അവനെ കുറിച്ച് തന്നെ വലുതായി
ആയിട്ട് ചിന്തിച്ചു. അതുകൊണ്ട് എന്താണ്, ആദം അലൈഹിസ്സലാമിനെ പോലെ അല്ലെ, ആദമിനെ ഒരു പടി താഴെ കാണുകയാണ്, അല്ലെങ്കിൽ ആദം വളരെ താഴെയുള്ളവനായിട്ട് കാണുകയാണ്. അപ്പൊ ആദമിന് സുജൂദ് ചെയ്യല് എനിക്ക് എന്റെ സ്റ്റാറ്റസിന് അല്ലെങ്കിൽ എന്റെ ഹൈ ലെവലിന് പറ്റൂല എന്ന് ഇബ്ലീസിന് തോന്നി. എന്താണ്, അപ്പം ഇബ്ലീസ് എന്ത് ചെയ്തു? അബ വസ്തക്ബറ, വിസമ്മതിച്ചു, അഹങ്കരിക്കുകയും ചെയ്തു. വകാന, അവൻ ആയിരുന്നു, മിനൽ കാഫിരീൻ, ആരിൽ? കാഫിര്യങ്ങളിൽ പെട്ടവരായിരുന്നു അല്ലെ, അവിശ്വാസികളില്, നിഷേധികളില് പെട്ടവരായിരുന്നു. കുഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് നമ്മൾ അവിശ്വാസികളല്ല, കാഫിർ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിശ്വാസി എന്നാണ്. ഇവിടെ ഇബ്ലീസ് എന്താ ചെയ്തത്? അനുസരണക്കേട് കാണിക്കുക ചെയ്തത് അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം പറഞ്ഞു, അത് അനുസരിച്ചില്ല. ഇബ്ലീസിന് അള്ളാഹു ആരാന്ന് അറിയായിരുന്നോ? ഇവിടെ അറിയാം അല്ലെ, അള്ളാഹു ആരാന്ന് നല്ല വ്യക്തമായിട്ടുള്ള അറിവുണ്ട്. ഇബ്ലീസ് അള്ളാഹുവിനെ റബ്ബായിട്ട് സ്വീകരിച്ചിട്ടുണ്ടോ? ഉണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളൊക്കെ എന്താണോ അതൊക്കെ ഇബ്ലീസിനും അറിയായിരുന്നു. ഇബ്ലീസിന് അള്ളാഹു ആണെന്ന് അറിയാം, അള്ളാഹു ആണ് റബ്ബെന്ന് അറിയാം. പക്ഷെ ഇബ്ലീസ് ഇവിടെ ചെയ്തത് എന്താ? അള്ളാഹുവിനെ അനുസരിക്കുന്ന കാര്യത്തില് വിസമ്മതിച്ചു. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വകാന മിനൽ കാഫിരീൻ, അവൻ നിഷേധികളിൽ പെട്ടവനാണ്. സുബ്ഹാനല്ലാഹ് അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം പറഞ്ഞു, അവൻ അനുസരിച്ചില്ല. ഇത് നീ ചെയ്യണം എന്ന് പറഞ്ഞു, ചെയ്തില്ല. അത് അല്ലാണ്ട് അവിശ്വാസി, അതായത് അള്ളാഹുവിനെ കുറിച്ച് അറിയാഞ്ഞിട്ടോ, ദീൻ എന്താന്ന് അറിയാഞ്ഞിട്ടോ, വിശ്വാസം എന്താന്ന് അറിയാഞ്ഞിട്ടോ ഒന്നുമല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഇബ്ലീസിനെ വമിനൽ കാഫിരീൻ എന്ന് പറഞ്ഞത്. ഇതൊക്കെ അറിഞ്ഞിട്ടും ഇബ്ലീസ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു കൽപ്പനയെ നിഷേധിച്ചു. അതുകൊണ്ട് ആരായി? വകാന മിനൽ കാഫിരീൻ. സുബ്ഹാനല്ലാഹ്. നമുക്ക് ലെസൺസിലേക്ക് പോവാം. ഈ ഒരു ആയത്തിന്റെ ഏറ്റവും ആദ്യം ആദം അലൈഹിസ്സലാമിന്റെ ശ്രേഷ്ഠത അല്ലെ, മലായിക്കത്തിന്റെയും മേലെയുള്ള ആദം അലൈഹിസ്സലാമിന്റെ ശ്രേഷ്ഠത. അതുവഴി ആദം അലൈഹിസ്ലാം വഴി ആദം അലൈഹിസ്ലാമിന്റെ പിന്തലമുറക്കാരായ മനുഷ്യരില് എന്താണ്, സച്ചരിതരായ അല്ലെ, സ്വാലിഹ്യങ്ങളായ എൽമുള്ളവരായിട്ടുള്ള അള്ളാഹുവിന്റെ എല്ലാ അടിമകളുടെയും ശ്രേഷ്ഠത. എല്ലാത്തിനും മേലെ അല്ലെ, എല്ലാവരുടെയും മേലെ, മലായിക്കത്തിന്റെയും ജിന്നുകളുടെയും ലോകത്തിലുള്ള സകലമാന, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച സകലമാന സൃഷ്ടികളുടെയും മേലെയാണ് എന്ത്? ആദം അലൈഹിസ്ലാമിന്റെ സ്ഥാനം എന്ന് കാണിച്ചു തരാണ് അല്ലെ. ആദം അലൈഹിസ്ലാമിന് എന്തുകൊണ്ടാണത്? ഇൽമ് ഉള്ളത് കൊണ്ട്. അതുകൊണ്ട് എല്ലാ മലായിക്കത്തിന്റെ അടുത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്ലാമിന് സുജൂദ് ചെയ്യാൻ പറയാണ് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്? ആദമിന്റെ ലെവല് നിങ്ങളെക്കാളും മേലെയാണ്, ആദമ നിങ്ങളെക്കാളും മഹത്വമുള്ളവനാണ്, നിങ്ങളെക്കാളും ശ്രേഷ്ഠനാണ്. ഇന്നും ആരെങ്കിലും ഇൽമ തേടാൻ വേണ്ടി പോകുമ്പോ മലായിക്കത്ത് എന്താ ചെയ്യാ? അവരുടെ ചിറകുകൾ താഴ്ത്തും അല്ലെ. സുബ്ഹാനല്ലാഹ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ചിറകുകൾ വിരിച്ചു നിൽക്കലാണ് അവരുടെ ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടുള്ള അവരുടെ ശ്രേഷ്ഠമായ അവസ്ഥ അല്ലെ. ചിറക് താഴ്ത്തപ്പോഴാണ് നമ്മൾ പൊതുവെ ഒരാളെ കാണുമ്പോൾ അല്ലെ, നമ്മളെ നാട്ടിലൊരിതുണ്ട്, മുണ്ടിന്റെ മടക്ക് ഊരിയിടുക എന്ന് പറയില്ലേ, അതെന്തിനാ? ബഹുമാനം കാണിക്കാനാ. സുബ്ഹാനല്ലാഹ്. അതേപോലെ മലായിക്കത്ത് അവരുടെ ഫുൾ അവസ്ഥയിലുള്ള ചിറക് വിരിക്കലൊക്കെ താഴ്ത്തിയിട്ട് അവരൊതുങ്ങി അവര് വിനയം കാണിക്കും. ആർക്ക് വേണ്ടിയിട്ട്? ഇൽമ തേടി പോകുന്നവർക്ക് വേണ്ടി. സുബ്ഹാനല്ലാഹ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ അടുത്ത് ആദം അലൈഹിസ്ലാമിന് എന്ത്? സുജൂദ് ചെയ്യാൻ പറഞ്ഞു. സുജൂദ് എന്ന് പറയുന്നത് ചെയ്യാവുന്നതിൽ ഏറ്റവും വലിയ ഒരു കാര്യമാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം അത്രയും ഇൽമ ഉള്ള ഇതിന്റെ പേരിൽ, ആദം അലൈഹിസ്ലാമിന് ഇൽമ ഉള്ളതിന്റെ പേരിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് പറഞ്ഞത്, നീ ബഹുമാനിക്കേ. അപ്പം നമ്മളോട് എന്താ ഇത് പറയുന്നത്? ആർക്കെങ്കിലും ഇൽമ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെ, നമ്മൾക്ക് തന്നെ ഇൽമ ഉണ്ടാവാന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠത. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ ശ്രേഷ്ഠമാക്കിയിരിക്കുന്നത്, വേറെ ആൾക്കും കൊടുക്കാതെ മനുഷ്യർക്ക് കൊടുക്കുന്നത് എന്താണ്? ഇൽമാണ്. സുബ്ഹാനല്ലാഹ്. അക്കാര്യത്തില് നമുക്കൊരു മടി വേണ്ടേ വേണ്ട. ഓക്കെ. നമ്മളെ ശ്രേഷ്ഠമാക്കുന്ന കാര്യത്തിൽ നമുക്ക് വേറെ ഒന്നും ഇല്ലെങ്കിലും, വേറെ ഒരു കാര്യം നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ലെങ്കിലും ഇൽമ ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ നമുക്ക് വേണ്ടതൊക്കെ വന്നോളും. സുബ്ഹാനല്ലാഹ്. അപ്പം ആർക്കെങ്കിലും ഇൽമ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ബഹുമാനിക്കണം എന്നും കൂടെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മളെക്കാളും ഒരിത്തിരിയും കൂടെ ഒരു ഇൽമ ഒരാൾക്ക് കൂടുതലുണ്ടെങ്കിൽ അവര് ബഹുമാനം അർഹിക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മളൊക്കെ നാട്ടില് അല്ലെങ്കിൽ പൊതുവെ നമ്മൾ പല പണ്ഡിതന്മാരെ കുറിച്ച് കേൾക്കുമ്പം, അങ്ങനെ ആരെങ്കിലൊക്കെ അവർക്ക് എൽമുള്ള ആളുകളെ കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഓരോ കാര്യമൊക്കെ നമുക്കറിയാം, പണ്ട് എങ്ങനെ നടന്നതാണ് അല്ലെ, അങ്ങനെയൊക്കെ പറയുന്ന ശീലങ്ങളുണ്ട് നാട്ടില്. അല്ലെങ്കിൽ അവരുടെ വേറെ എന്തെങ്കിലും കുറ്റം മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുക, ഒരു അങ്ങനത്തോരാണ്, ഇങ്ങനത്തോരാണ്, അതാണ്, ഇതാണ്, മറ്റേതാണെന്നൊക്കെ അല്ലെ. അങ്ങനെ നമ്മൾ അവരെ കൊച്ചാക്കി കാണുന്ന ഒരു ശീലം. പക്ഷെ അത് ശരിയല്ല. ഇൽമുള്ളതിന്റെ പേരിൽ മലായിക്കത്തിന്റെ അടുത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല സുജൂദ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വേറെ ഒന്നും അല്ലല്ലേ. സുജൂദ് എന്ന് പറയുന്നത് നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് തന്നെ ചെയ്യുന്ന ഇബാദത്തിന്റെ ഏറ്റവും പീക്കാണ് സുജൂദ്.
നമ്മളുടെ കണ്ണിലെ ഏറ്റവും ഉത്തമരായ സൃഷ്ടികളാണ് മലായിക്കത്ത്. ആ മലായിക്കത്തിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് സുജൂദ് ചെയ്യാൻ പറഞ്ഞത് എന്തിന്റെ പേരിലാ? ഇൽമിന്റെ പേരിലാ. അപ്പം ഇൽമിന് നമ്മൾ കൊടുക്കേണ്ട ബഹുമാനം എന്താണ്? പക്ഷെ നമ്മളെ നാട്ടിൽ പൊതുവെ ബഹുമാനം കൊടുക്കുന്നത് എന്തിനാ? പണത്തിന്, പവറിന്, സ്റ്റേറ്റസിന്, അല്ലെ? സുബ്ഹാനല്ലാഹ്. അപ്പം ഇൽമിന്റെ സ്റ്റേറ്റസ് ഇന്ന് വരെ നമുക്ക് ആർക്കും തന്നെ മനസ്സിലായിട്ടില്ല. ഇൽമുള്ള നമ്മൾ ഒരാളെ ബഹുമാനിക്കുമ്പം ആ വ്യക്തിനെയല്ല നമ്മൾ ബഹുമാനിക്കുന്നത്, അവരുടെ ഇൽമിനെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ഗിഫ്റ്റിനെയാണ്, അല്ലെ? അള്ളാഹു കൊടുത്ത സ്പെഷ്യൽ ഗിഫ്റ്റിനെയാണ് നമ്മൾ അതുവഴി ബഹുമാനിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾക്കും ആ ഒരു അവസ്ഥയിലേക്ക് ഉയരാനുള്ള തൗഫീഖ് അള്ളാഹ് തരട്ടെ. അതുപോലെ ഇൽമുള്ള ആളുകളെ ബഹുമാനിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറുകയും വേണം, അല്ലെ? എന്താണ് മറ്റുള്ള കാര്യങ്ങൾക്ക് ബഹുമാനം അർഹിക്കുന്ന എല്ലാവരും ബഹുമാനം അർഹിക്കുന്നവർ തന്നെയാണ്. പക്ഷെ കൂടുതൽ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇൽമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് കൊടുത്തതിൽ, അതായത് മലായിക്കത്തിന്റെ മേലെയാക്കി നിർത്തുന്ന രീതിയിൽ അള്ളാഹു കൊടുത്തിട്ടുള്ള ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇൽമാണ്. അപ്പം മലായിക്കത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാമിന്റെ ശ്രേഷ്ഠത കാണിക്കാൻ വേണ്ടിയിട്ട് ആദം അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യിപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ കാര്യം അതാണ്. ഇനി 2, ഇബ്ലീസിന്റെ കാര്യത്തിലേക്ക് വരാം. ഇബ്ലീസ്, അല്ലെ, സുജൂദ് ചെയ്യാൻ പറഞ്ഞു, ചെയ്യൂല എന്ന് പറഞ്ഞു. ഇബ്ലീസ് ഒരൊറ്റ സുജൂദ്, അതും ആദം അലൈഹിസ്സലാമിന് ചെയ്യാതിരുന്നിട്ടേ ഉള്ളൂ അവിടെ, അല്ലെ? ഒരൊറ്റ സുജൂദ്. അപ്പൊ അതുകൊണ്ട് ഇബ്ലീസ് എന്തായി? കാന മിനൽ കാഫിരീൻ, അവൻ കാഫിറുകളിൽ പെട്ടതായി. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെ? ഒരുപാട് സുജൂദുകൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, നമസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഏതെങ്കിലും രീതിയിൽ നിഷേധിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന സുജൂദുകൾ ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ആരായി? അബാ വസ്തക്ബറ. സുബ്ഹാനല്ലാഹ്. നമ്മൾ നിഷേധിക്കുകയാണല്ലേ അതിനെ. അപ്പൊ നമ്മളുടെ വിശ്വാസവും ഇബ്ലീസിന്റെ വിശ്വാസവും തമ്മിൽ ഇപ്പൊ എന്താ ഒരു വ്യത്യാസം ഉള്ളത്? അസ്തഗ്ഫിറുല്ലാഹ്. ഇബ്ലീസ് അള്ളാഹു അല്ലാത്ത ഒരു സൃഷ്ടിക്കുള്ള ഒരു സുജൂദാണ് നിഷേധിച്ചത്, അല്ലേ? അപ്പം ഇതുപോലെ ഒരുപാട് സുജൂദുകൾ നിഷേധിക്കുന്നുണ്ടെങ്കിൽ, ഒരൊറ്റ സുജൂദിന്റെ പേരിൽ ഇബ്ലീസ് വക്കാന മിനൽ കാഫിരീൻ ആയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അവസ്ഥ എന്തായിരിക്കും, അല്ലെ? നമ്മൾ ഒരു നമസ്കാരമെങ്കിലും നമ്മൾ ഒഴിവാക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന് കാര്യമായിട്ട് കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ ഓരോരുത്തരും സുബ്ഹാനല്ലാഹ്, അല്ലെ, നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ചിലപ്പോൾ ഒരുപക്ഷെ നമുക്കിത് കേൾക്കുമ്പോൾ നമ്മളെക്കാളും നമ്മളുടെ കുടുംബത്തിനെയോ മറ്റുള്ളവരൊക്കെ ആയിരിക്കും ഓർമ്മ വരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഹിദായത്ത് കൊടുക്കട്ടെ. കാഫറുകളിൽ പെട്ടുപോകുന്നതിന് തൊട്ട് അള്ളാഹു എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. ദുആ ചെയ്യുക, ഏറ്റവും നല്ല കൗല് കൊണ്ട് ഉപദേശിക്കുക, അതിനു വേണ്ടിയുള്ള ഹിക്മത്ത് അള്ളാഹുവിന്റെ അടുത്ത് തേടുക, അതിനു വേണ്ടിയുള്ള അവസരങ്ങൾ അള്ളാഹുവിന്റെ അടുത്ത് തേടുക. അള്ളാഹു ഓരോരുത്തർക്കും തരട്ടെ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും. കാരണം നമ്മളെല്ലാവരും ചെയ്താലും മതിയാവാത്ത അത്രയും ദഅവ, ഈ ഇൽമ് പ്രചരിപ്പിക്കുന്നതിന്റെ ആവശ്യം നമ്മളുടെ ദുനിയാവിൽ ഇന്ന് ഉണ്ട്. 1, 2, 3, 4 ആൾക്കാർ പറഞ്ഞതുകൊണ്ടായില്ല. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ഹിക്മത്ത് എല്ലാവർക്കും തരട്ടെ. ഓരോരുത്തർക്കും ഓരോ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെന്നിട്ട്, സുബ്ഹാനല്ലാഹ്, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളത് പോലെ നമ്മളെല്ലാവരും ഒരു നാട്ടിലായിരുന്നെങ്കിൽ ആഗ്രഹിക്കാറുണ്ട് ഒന്നിച്ച് കാണാലോ ചെയ്യാലോ എന്നൊക്കെ. പക്ഷെ അള്ളാഹുവിന്റെ വലിയൊരു ഹിക്മത്ത് തന്നെയാണ് നമ്മൾ പല നാട്ടിലിരുന്നിട്ട് നമുക്കിത് കേൾക്കാനും പഠിക്കാനും പറ്റുന്നത്, അല്ലെ? നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വരുന്ന വ്യത്യാസം ആ സമൂഹങ്ങളിലേക്ക് ഇറങ്ങാനുള്ള ഒരു ഭാഗ്യം ഇപ്പൊ ഉണ്ട്, അല്ലെ? ഓരോ നാട്ടില്, ഓരോ ജില്ലകളില്, അല്ലെങ്കിൽ പുറത്ത് വിദേശങ്ങളിൽ, അവിടെയൊക്കെ നമ്മളുടെ ജീവിതം ഖുർആൻ കൊണ്ട് മാറുമ്പോൾ അത് നമ്മൾ മറ്റുള്ളവർക്ക് ഒരു മാതൃകയാവാനുള്ള ഒരു തൗഫീഖാണ് അത്. സുബ്ഹാനല്ലാഹ്. മറ്റുള്ളവരിലേക്ക് നല്ല രീതിയിൽ ഓരോ ഗ്രൂപ്പിലേക്കും ദഅവ എത്തിക്കാനുള്ള ഒരു തൗഫീഖാണ്. അപ്പം അത്രയും വലിയ ഭാഗ്യം നമുക്ക് കിട്ടിയിട്ട് അത് നമ്മൾ നഷ്ടപ്പെടുത്തരുത്. അതിന്റെ ഏറ്റവും സ്റ്റാർട്ടിങ് എന്നുള്ള സ്റ്റെപ്പാണ് ദുആ ചെയ്യുക റബ്ബിന്റെ അടുത്ത്. റബ്ബേ, ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഭംഗിയായിട്ട് കൊണ്ടുവരാൻ പറ്റുകയും അതേപോലെ ഭംഗിയായിട്ട് മറ്റുള്ളവരിലേക്ക് അതിന്റെ സംസാരത്തിലൂടെയാവാം, പ്രവൃത്തിയിലൂടെയാവാം, എങ്ങനെയാണെങ്കിലും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ഒരു ഭാഗ്യം നീ മരണത്തിന്റെ ഇടക്ക് അത് നീ എനിക്ക് തരണേ. അള്ളാഹു എന്തായാലും എളുപ്പം തരും. ഓക്കെ. അപ്പം ഓരോ സുജൂദും ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മൾ നിഷേധിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് വലിയ നഷ്ടം തന്നെ ഉണ്ടാക്കിയേക്കാം. ഈ ലോകത്തും പരലോകത്തും ഏറ്റവും വലിയ നഷ്ടക്കാരിൽ നമ്മൾ പെട്ടുപോയേക്കാം. റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. നമുക്കറിയാം, അല്ലെ, പണ്ഡിതന്മാർ ഒക്കെ പറഞ്ഞതായിട്ട്, അതായത് ഒരാൾ മുസ്ലിം ആണെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ പോലും നമസ്കരിക്കുന്നില്ലെങ്കിൽ അവൻ മുസ്ലിം അല്ല. മുസ്ലിമും ഒരു വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം തന്നെ നമസ്കാരമാണ്, അല്ലെ? താരിഖുസ്സല, നമസ്കാരം നിഷേധിക്കുന്നവൻ, നമസ്കാരം ഒഴിവാക്കുന്നവൻ, അവൻ ഒരു കുഫ്റാണ്, കാഫിർ ആവാണ്. സുബ്ഹാനല്ലാഹ്.
അള്ളാഹു നമ്മളെല്ലാവരെയും തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ അത്രയ്ക്കൊരു ഇമ്പോർട്ടൻസ്, നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന്, എന്നാൽ പോലും പലപ്പോഴും അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത, അല്ലെങ്കിൽ ഓക്കെ ആണ്, കുഴപ്പമില്ല, ശരിയാക്കാം, ശരിയാവും എന്നുള്ള രീതിയിൽ വളരെ ഞാനും എൻ്റെ റബ്ബും തമ്മിലുള്ള കാര്യമല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എടുക്കുന്ന ഒരു കാര്യമാണ്. ശരിയാണ്, ഞാനും എൻ്റെ റബ്ബും തമ്മിലുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഒരു കാര്യം വ്യക്തമായിട്ട് കൃത്യമായിട്ട് ചെയ്യേണ്ടത്, സുജൂദ് ചെയ്യേണ്ടത്. നമ്മൾ മുത്തഖീങ്ങളെ കുറിച്ച് പഠിച്ചപ്പം പറഞ്ഞിരുന്നു അല്ലെ, യുഖീമൂന സ്വലാത്ത്, അവര് നമസ്കാരം നിലനിർത്തുന്നവരാണ്. നമസ്കാരം എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്കുള്ള ഹക്കാണ്, അള്ളാഹുവിന്റെ അവകാശമാണ്. അള്ളാഹു നമുക്ക് ഓരോ ദിവസത്തിലും 24 മണിക്കൂർ ജീവിക്കാനും ശ്വസിക്കാനും ആസ്വദിക്കാനും തന്നിട്ടുണ്ട് അല്ലെ. പക്ഷെ നമുക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ നമുക്ക് ലേശം ഒരു പ്രയാസമാണ് അല്ലെ. നമുക്ക് ബാക്കി എല്ലാ കാര്യത്തിനും നമുക്ക് എനർജി ഉണ്ട്. ഒരു ദിവസം എത്രയോ പ്രാവശ്യം വീട്ടിലെ സ്റ്റെപ്പ് കയറി ഇറങ്ങും അല്ലെ. നമ്മള് വീട്ടില് അപ്സ്റ്റേഴ്സ് ഉള്ളവരാണെങ്കിലും റൂം മുകളിലാണെങ്കിൽ എത്രയോ പ്രാവശ്യം നമ്മൾ ഓടി കയറി ഓടി ഇറങ്ങും. നമുക്ക് എത്രയോ സംസാരിക്കാനുള്ള ആവതുണ്ട് ഒരു ദിവസം. എത്ര ആളുകളോട് അല്ലെ, പണ്ടത്തെ പോലെയല്ലേ ഇപ്പൊ ചാറ്റായിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ എത്രയോ സമയങ്ങൾ ചെലവഴിക്കുന്നുണ്ട് സംസാരിച്ചിട്ട്. പക്ഷെ നമസ്കാരത്തിന്റെ സമയമാകുമ്പോൾ നമുക്ക് ആകെ കൂടെ ഒരു ലൈഫില്ല, ഒരു എനർജി ഇല്ല അല്ലെ. അപ്പം അത് വലിയൊരു അനീതിയാണ് അല്ലെ. അള്ളാഹു സുബ്ഹാനഹു തആല ഈ ഭൂമിയിൽ ഉള്ളതെല്ലാം നമുക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. എല്ലാം നിങ്ങൾ ഇത് ആസ്വദിച്ചോ, നിങ്ങൾ ഇത് ഉപയോഗിച്ച് എനിക്ക് ഇബാദത്ത് ചെയ്യേ. പക്ഷെ നമുക്ക് ആ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു 5 മിനിറ്റ് നമുക്കൊരു ദിവസത്തിലെ ഏറ്റവും പ്രയാസമുള്ള സമയമാണ്. നമ്മളോട് തന്നെ ചോദിക്കുക, ശരിക്കും നമുക്കത് പറ്റാഞ്ഞിട്ടാണോ നമസ്കാരം? ശരിക്കും നമസ്കാരത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതുപോലെ ക്ഷീണവും എക്സ്ക്യൂസും ഒക്കെ ഉണ്ടാവാൻ പാടുണ്ടോ? എനിക്ക് ഭയങ്കര ക്ഷീണാണ് അല്ലെ, എനിക്ക് എനർജി ഇല്ല. നമ്മളോട് തന്നെ ചോദിക്കാം. ഇബ്ലീസ് ഒരു സുജൂദേ നിഷേധിച്ചിട്ടുള്ളൂ, കാന മിനൽ കാഫിരീൻ. അപ്പം എനിക്ക് നിഷേധിക്കാൻ പാടുണ്ടോ? ആദം അലൈഹി ഇസ്ലാമിന്റെ ഒരു സന്തതി അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മുമ്പിൽ സുജൂദ് ചെയ്യുമ്പോൾ ഇബ്ലീസ് കരയും. ഇബ്ലീസ് കരഞ്ഞിട്ട് പറയും, ഞാൻ ഒരു സുജൂദ് നിഷേധിച്ചിട്ട് എന്റെ അവസ്ഥ ഇതായി. അവൻ കണ്ടോ, അവൻ ഒരു സുജൂദിന്റെ മുകളിൽ വീണ്ടും സുജൂദ് ചെയ്ത് അള്ളാഹുവിന്റെ അടുത്ത് അടുക്കുന്നത്. സഹിക്കാൻ പറ്റൂല അല്ലെ ഇബ്ലീസിന്, അസൂയ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മള് എത്രത്തോളം ശ്രദ്ധിക്കണം സുജൂദിന്റെ കാര്യത്തിൽ എന്ന് നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ശരിക്കും നമ്മളുടെ അവകാശങ്ങളുടെ കാര്യത്തിലൊക്കെ നമ്മൾ നല്ല ക്ലിയർ ആണ്. ഞാനൊരു ഇന്ത്യൻ പൗരനാണ്, ഇതെന്റെ അവകാശമാണ്. ഞാനൊരു ഉമ്മയാണ്, ഇത് ഉമ്മയുടെ അവകാശമാണ്. ഞാനൊരു ഭാര്യയാണ്, എനിക്ക് ഇന്ന അവകാശങ്ങളുണ്ട്. ഞാനൊരു തൊഴിലാളിയാണ്, എനിക്ക് ഇന്ന അവകാശങ്ങളുണ്ട് അല്ലെ. ഈ പറഞ്ഞ എല്ലാ അവകാശങ്ങളും നമുക്ക് കറക്റ്റായിട്ട് അറിയാം. ഓരോന്നിനും, അതായത് ഗവൺമെന്റ് ആണെങ്കിൽ ഗവൺമെന്റിൽ നിന്ന് നമുക്ക് എപ്പോഴൊക്കെ എന്തൊക്കെ കിട്ടണം, എന്തൊക്കെ ആനുകൂല്യം കിട്ടണം നമുക്കറിയാം. ഒരു ഭർത്താവിൽ നിന്ന് എന്തൊക്കെ നമുക്ക് കിട്ടണം നമുക്കറിയാം. അത് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ഫൈറ്റ് ചെയ്യും അല്ലെ. വേണ്ടി വന്നാൽ നമ്മൾ ഒരു അഡ്വക്കേറ്റിന്റെ അടുത്ത് വരെ പോയിട്ട് നമ്മൾ അത് ഉണ്ടാക്കിയെടുക്കും. പക്ഷെ അള്ളാഹുവിന്റെ ഹക്കിലേക്ക് വരുമ്പം, അള്ളാഹുവിന്റെ അവകാശങ്ങളിലേക്ക് വരുമ്പം അതൊന്നും കുഴപ്പമില്ല അല്ലെ. ഇത് നമസ്കാരം എന്നല്ല, അള്ളാഹുവിന്റെ അവകാശങ്ങളെല്ലാം അത് നമുക്കൊരു വലിയൊരു വിഷയമുള്ള കാര്യമല്ല. കാരണം നമ്മളെ അവകാശങ്ങളൊക്കെ കറക്റ്റ് ഇങ്ങോട്ട് പോന്നോട്ടെ. ഇല്ലെങ്കിൽ അതും പറഞ്ഞ് നമുക്ക് പരാതി പറഞ്ഞിരുന്നാലും കുഴപ്പമില്ല. അള്ളാഹുവിന്റെ അവകാശങ്ങളുടെ കാര്യം വരുമ്പോൾ അള്ളാഹുവിന്റെ അവകാശങ്ങൾ മറന്നുകൊണ്ടാണ് നമ്മളെ അവകാശങ്ങളെ പരാതികളും പറഞ്ഞിരിക്കുന്നില്ല. അവരത് ചെയ്തു തന്നില്ല, അവരത് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നോട്, അവരത് എനിക്ക് ഇങ്ങനെയല്ലേ തരേണ്ടത് അല്ലെ. ഈ പരാതികളാണ് നമുക്ക് എപ്പോഴും. പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ അള്ളാഹുവിന്റെ പല ഹക്കുകളും കൊടുത്തിട്ടില്ല എന്ന് നമ്മൾ മറന്നു പോവാണ്. ഇത് ആരുടെ ലക്ഷണമാണ്? മുനാഫിക്കിന്റെ അല്ലെ. മുനാഫിക്കിനാണ് ഡബിൾ സ്റ്റാൻഡേർഡ്. ഒരു സ്ഥലത്ത് ഒരു നിയമം, വേറൊരു സ്ഥലത്ത് വേറൊരു നിയമം. ലാ യുഅ്മിനൂന അഹദുക്കും ഹത്താ യുഹിബ്ബു ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി. സ്വന്തത്തിന് ഇഷ്ടപ്പെടുന്നതൊക്കെ തന്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നവരെ നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല. നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്ന ഒരു ഹദീസ് അല്ലെ. ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാല്, ഒരു വിശ്വാസിക്ക് ഒരിക്കലും ഡബിൾ സ്റ്റാൻഡേർഡ് ഉണ്ടാവാൻ പാടില്ല. ഒരു സ്ഥലത്ത് ഒരു നിയമം, വേറൊരു സ്ഥലത്ത് വേറൊരു നിയമം. അതായത് ഒരു എക്സാമ്പിൾ പറയാം. അപ്പം എനിക്ക് എന്നെ ആളുകൾ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാനാണ് ഇഷ്ടം. ആളുകൾ എന്നോട് നല്ല ഡീസന്റ് ആയിട്ട് സംസാരിക്കണം, നല്ല വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കണം, സ്നേഹത്തോടെ പെരുമാറണം, കെയർ ചെയ്തുകൊണ്ട് പെരുമാറണം. എന്തെന്നെയാണ് ഇപ്പൊ ഞാനൊരു തെറ്റ് ചെയ്താൽ പോലും അവരെന്നോട് നല്ല രീതിയിൽ തിരുത്തി തരുന്നതാണ് എനിക്ക് ഇഷ്ടം. എന്നാലും അവർക്ക് അങ്ങനെ പറഞ്ഞുകൂടാ, അത് അവർക്ക് ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മാറ്റുമായിരുന്നല്ലോ, അങ്ങനെ നമ്മൾ പറയാറുണ്ട് അല്ലെ. ഇത്ര ഹാർഷായിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ. ഇതേപോലെ തന്നെയാണ് നമ്മളുടെ സഹോദരർക്കും അവർക്കും ഇത് തന്നെയാണ് ഇഷ്ടം. എല്ലാ മനുഷ്യന്മാർക്കും അവരോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറാനും ഏറ്റവും നല്ല രീതിയിൽ സംസാരിക്കാനും വളരെ നല്ല വാക്ക് ഉപയോഗിക്കുന്നത് കേൾക്കാനുമാണ് എല്ലാ മനുഷ്യന്മാർക്കും ഇഷ്ടം. അപ്പം നമ്മൾ നമുക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നത് അവർക്കും വേണ്ടി ഇഷ്ടപ്പെട്ടേ മതിയാവും. നമ്മൾ നമ്മൾക്ക് കിട്ടാൻ ആഗ്രഹിക്കുന്നത് അവർക്കും കൊടുത്തേ മതിയാവും.
അപ്പൊ നമ്മൾ അവരോട് പറയുമ്പോൾ വേറെ ഒരു ടോക്കിലും എന്നോട് ആളുകൾ പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞോട്ടെ എന്ന് പറയുന്നത് എന്തായി? ഡബിൾ സ്റ്റാൻഡേർഡ് ആയി. അപ്പൊ നമ്മള് മുഅ്മിനാവുന്നില്ല. സുബ്ഹാനല്ലാഹ്. അപ്പം അതേപോലെ നമ്മളെ അവകാശങ്ങൾക്ക് നമുക്ക് ഭയങ്കര കണക്കാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഹക്കിലേക്ക് വരുമ്പോൾ കുഴപ്പമില്ല അല്ലേ? നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ എന്തൊക്കെ ഹക്കുകൾ ഒരു ദിവസം അള്ളാഹ്ക്ക് മുഴുവൻ കൊടുക്കുന്നുണ്ട്. നമ്മൾ എത്ര കൊടുത്താലും അത് മതി വരില്ല എന്നുള്ളത് മാത്രമല്ല, നമ്മൾ എത്ര കൊടുത്താലും അത് പെർഫെക്റ്റ് ആവില്ല. അത് കുഴപ്പം പിടിച്ച എന്തെങ്കിലും അതിനകത്ത് ഉണ്ടാവും അല്ലെ? എന്തെങ്കിലും എന്താണ് പരിമിതികൾ അതിനകത്ത് ഉണ്ടാവും. എന്നാൽ അതുപോലും ആ പരിമിതിയോട് കൂടി പോലും നമ്മൾ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഹക്കുകൾ കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കാം. അപ്പം ഇബ്ലീസ് എന്താ പറഞ്ഞെന്ന് പറഞ്ഞാൽ അബാ വസ്തക്ബറ. അതുകൊണ്ട് ഇബ്ലീസ് എന്തായി? വകാന മിനൽ കാഫിരീൻ. സുബ്ഹാനല്ലാഹ്. പിന്നെ നമുക്കറിയാം ഇബ്ലീസിന് ഒരുപാട് ദോഷങ്ങളുണ്ട് അല്ലെ? ഇബ്ലീസിനെ കുറിച്ച് നമുക്ക് ഇനിയും പറയാനുണ്ട് ഇൻഷാ അല്ലാഹ്. ഒരുപാട് ദോഷങ്ങളുണ്ട്. അതിനകത്ത് ഒരു മെയിൻ കാര്യമാണ് ഇപ്പൊ പറഞ്ഞത് അല്ലെ? അനുസരിക്കാനുള്ള മടി, നിഷേധം, ഇബാ. അപ്പൊ ഒരാള് അനുസരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഏതെങ്കിലും ഒരു കൽപ്പനയെ, എന്ത് കൽപ്പന ആയിക്കോട്ടെ, അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞ വ്യക്തമായിട്ട് അറിയുന്ന ഏതെങ്കിലും ഒരു കൽപ്പനയെ നിഷേധിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും ഇപ്പൊ നടക്കൂല എന്ന് വിചാരിക്കുന്ന അല്ലെ? അതുപോലെ അതിനെ സില്ലിയാക്കിയെടുത്ത് മാറ്റുന്ന ഒരാളുണ്ടെങ്കിൽ അവൻ ആരെയാണ് അനുകരിക്കുന്നത്? ഇബ്ലീസിനെ. നമസ്കാരത്തിന്റെ കാര്യം മാത്രമല്ല, സുജൂദിന്റെ കാര്യം മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഒരു കൽപ്പന, അത് എന്ത് കൽപ്പന ആയിക്കോട്ടെ, അതിനെ നിഷേധിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെ സീരിയസ് ആക്കി എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അതിനെ ഇഗ്നോർ ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ ആരെ അനുസരിക്കുന്നത്? ഇബ്ലീസിനെ. രണ്ടാമത്തെ ഇബ്ലീസിന്റെ ക്വാളിറ്റി ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇസ്തിക്ബാർ, അഹങ്കാരം അല്ലെ? അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഇബാദത്ത് ചെയ്യുന്ന കാര്യത്തിൽ അഹങ്കാരം കാണിക്കുന്നുണ്ടെങ്കിൽ അവൻ ആരെയാണ് ഫോളോ ചെയ്യുന്നത്? ഇബ്ലീസിനെ. ഇബ്ലീസിന് അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഇബ്ലീസ് പറയുന്നതാണ് അവിടെ അനുസരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇബ്ലീസിന്റെ കാലടി പിന്തുടർന്നിട്ട് എവിടെ എത്താം? ഇബ്ലീസ് എത്തുന്നിടത്ത് എത്താം. എവിടെ? നരകത്തിൽ. അള്ളാഹു സുബ്ഹാനഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പം ഇബ്ലീസിന് ഇതുപോലത്തെ കുറെ സ്വഭാവങ്ങളുണ്ട്. അതൊന്നും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അതിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കണം അല്ലെ? അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ നിന്ന് അനുസരിക്കുന്നതിനെ വിസമ്മതിക്കുക, അഹങ്കാരം, അതൊക്കെ നമുക്ക് നമ്മളുടെ സ്വഭാവത്തിൽ നിന്ന് പറിച്ചെടുത്ത് കളയാനുള്ള രോഗങ്ങളാണ്. ആദം അലൈഹിസ്സലാം അല്ലെ? അള്ളാഹു സുബ്ഹാനഹു തആല പേര് പറയാൻ പറഞ്ഞപ്പോ അപ്പൊ തന്നെ പറഞ്ഞ. മലായികത്തിന്റെ അടുത്ത് അള്ളാഹു സുബ്ഹാനഹു തആല സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ അപ്പൊ തന്നെ സുജൂദ് ചെയ്ത്. ഇബ്ലീസിനോട് അള്ളാഹു സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പം അപ്പൊ ഇബ്ലീസ് ആരായി? കാഫിരീൻ. സുബ്ഹാനല്ലാഹ്. നമ്മൾ കുഫ്ർ എന്താന്ന് ഇവിടെ പഠിച്ചു അല്ലെ? കുഫ്ർ എന്ന് പറയുന്നത് എന്താണ്? അവിശ്വാസം, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ മുസ്ലിങ്ങൾ അവർക്ക് അറിയേയില്ല, അവർ വിശ്വസിക്കുന്നുമില്ല. അതാണ് കുഫ്ർ എന്നാണ് നമ്മൾ വിചാരിച്ചല്ലേ? പക്ഷെ ഇവിടെ കുഫ്ർ എന്താന്ന് പറഞ്ഞത്? നിഷേധമാണ്, അനുസരണക്കേടാണ്. അറിഞ്ഞുകൊണ്ടാണെങ്കിലും അല്ലെ? ഇവിടെ ഇബ്ലീസ് അറിഞ്ഞുകൊണ്ട് നിഷേധിച്ചതാണ്. നമ്മളൊക്കെ എന്താ ചെയ്യുന്നതെന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കാം. ഇനി ആരാണ് ഇബ്ലീസ് എന്നുള്ള ചോദ്യം. കാരണം ഇബ്ലീസ് പണ്ട് മലക്കായിരുന്നു എന്നും, പിന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണം അത് മലക്കുന്ന ലെവലിൽ നിന്ന് താഴോട്ട് വന്നതായിരുന്നു, പല 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 രീതിയിൽ പറയാറുണ്ട് ഇബ്ലീസിന്റെ കാര്യത്തിൽ. ഇബ്ലീസ് ഈ തെറ്റ് ചെയ്യുന്നതിന് മുമ്പ് മലക്കാണോ എന്നൊക്കെ. സുബ്ഹാനല്ലാഹ്. ഇബ്ലീസ് എന്ന് പറയുന്നത് ജിന്നാണ്. നമുക്കറിയാം അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പലതരത്തിലുള്ള സൃഷ്ടികൾ അല്ലെ? മലായിക്കത്തുണ്ട്, ജിന്നുകളുണ്ട്, മനുഷ്യരുണ്ട്, അതുപോലെ വേറെ പല സൃഷ്ടികളും ഉണ്ട്. ഇബ്ലീസ് ജിന്നുകളിൽ പെട്ടവനാണ്. അത് നമുക്ക് എവിടെന്നാ മനസ്സിലാവുന്നത്? സൂറത്ത് കഹ്ഫില് 50-ാമത്തെ ആയത്ത് അല്ലെ? വഇദ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലി ആദമ ഫസജദൂ ഇല്ലാ ഇബ്ലീസ കാന മിനൽ ജിന്ന്. നാം മലക്കുകളോട് പറഞ്ഞ സന്ദർഭം ഇതേപോലെ, നിങ്ങൾ ആദമിനെ സാഷ്ടാംഗം പ്രണമിക്കുക, സുജൂദ് ചെയ്യും. അവർ പ്രണമിച്ചു, ഇല്ലാ ഇബ്ലീസ് ഒഴികെ, കാന മിനൽ ജിന്നി, അവൻ ജിന്നുകളിൽ പെട്ടവനായിരുന്നു. അപ്പം ഇബ്ലീസ് ജിന്നുകളിൽ പെട്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു തആല മലായികത്തിന്റെ അടുത്ത് ആദമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇബ്ലീസിനും ഈ ഒരു ഈ ഒരു കൽപ്പന കിട്ടിയിരുന്നു. കാരണം ഇബ്ലീസ് ആ സമയത്ത് ആ ഗ്രൂപ്പില് മലായികത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. അതെങ്ങനെ ഇബ്ലീസ് ജിന്നായിട്ടുള്ള ഇബ്ലീസ് മലായികത്തിന്റെ കൂടെ എത്തിയത്? കാരണം ഇബ്ലീസ് അത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പദവിയിലുള്ള ഒരു ജിന്നായിരുന്നു. ഇബ്ലീസ് എന്ന് പറഞ്ഞാൽ ജിന്നുകളിൽ ശ്രേഷ്ഠനാണ് കേട്ടോ. അതായത് ജിന്നുകളുടെ കൂട്ടത്തില് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് അള്ളാഹു സുബ്ഹാനഹു തആലയെ അനുസരിക്കുകയും ഇബാദത്ത് ചെയ്യുകയും അള്ളാഹുവിന് അങ്ങേയറ്റം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഉള്ള ഒരു അബ്ദായിരുന്നു ജിന്ന്. അതുകൊണ്ട് മലായികത്തിന്റെ കൂടെ നിൽക്കാനുള്ള പവർ നേടിയിട്ടുള്ള ഒരു
ജിന്നാണ് ഇബ്ലീസ്. സുബ്ഹാനല്ലാഹ്, അത്രയും ശ്രേഷ്ഠമായിരുന്നു. അപ്പം ഈ ഒരു ഇബ്ലീസാണ് ഒരൊറ്റ സുജൂദ് നിഷേധിച്ചതിന്റെ പേരിൽ ഈ ഒരു അവസ്ഥയിൽ കാഫിറുകളിൽ പെട്ടത്. നമ്മൾ ആരാ? നമുക്ക് അന്നത്തെ ആ ഇബ്ലീസിന്റെ ക്വാളിറ്റിയെങ്കിലും നമുക്കുണ്ടോ? സുബ്ഹാനല്ലാഹ്. അപ്പം ഇബ്ലീസ് ഒരു ജിന്നാണ്. ഇബ്ലീസ് മലായിക്കത്തിന്റെ കൂടെ ആയിരുന്നു. അതിന്റെ കാരണം ഇബ്ലീസിന്റെ ഇബാദത്തിലുള്ള ശ്രേഷ്ഠത തന്നെയാണ്, അള്ളാഹു സുബ്ഹാനഹു വതആലയെ അനുസരിക്കുന്നതിലുള്ള ശ്രേഷ്ഠത തന്നെയാണ്. പക്ഷേ ഈ ഒരു പരീക്ഷണം വന്നപ്പം ഇബ്ലീസിന്റെ ശരിയായ രൂപം പുറത്ത് കാണിച്ചു. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസമുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ എന്താണെന്ന് കാണുന്നത്, അല്ലേ? നമ്മളുടെ അകത്തുള്ളത് പുറത്തേക്ക് വരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഓൾറെഡി അറിയാം നമ്മളുടെയൊക്കെ ഉള്ളിലുള്ളത് എന്താണെന്ന്. അത് പുറത്തേക്ക് കൊണ്ടുവരാൻ അള്ളാഹു സുബ്ഹാനഹു വതആല പല പരീക്ഷണങ്ങൾ നമ്മൾക്ക് തരും. അതിൽ വിജയിക്കേണ്ടത് എപ്പോഴാണ്? അള്ളാഹു പറഞ്ഞതുപോലെ നമ്മൾ അകവും പുറവും ആക്കുമ്പോഴാണ്. നമ്മൾ അകത്തൊന്ന് വെച്ച് പുറത്ത് വേറെ എന്ത് കാണിക്കാൻ ശ്രമിച്ചാലും അള്ളാഹു അത് കറക്റ്റ് കൊണ്ടുവരുന്ന ഒരു പരീക്ഷണം നമ്മളെ ലൈഫിലേക്ക് കൊണ്ടുവരും. അപ്പൊ അകവും പുറവും ഒരുപോലെ ആക്കിയിട്ടില്ലെങ്കിൽ, അല്ലെ, മുനാഫിക്കുകളെ പോലെ ഹാർട്ടും ടങ്കും അല്ലെങ്കിൽ നമ്മുടെ ഹൃദയവും നമ്മുടെ സംസാരവും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയും സിങ്കിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പുറത്തു വരുന്ന സാഹചര്യം എന്തായാലും ലൈഫിൽ വരും. നമ്മളൊക്കെ ചിലപ്പോൾ വളരെ സ്വീറ്റ് ആയിട്ട് സംസാരിക്കുന്നവരായിരിക്കില്ലേ, വളരെ നന്നായിട്ട്, ഓ മാഷാ അല്ലാഹ് എന്ത് നല്ല രീതിയിലാണ് സംസാരിക്കുന്നത്. പക്ഷെ ശരിക്കുള്ള ഒരു സിറ്റുവേഷൻ വന്ന് നമുക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്വഭാവം, നമ്മുടെ നാവൊക്കെ പുറത്തു വരും. അപ്പൊ അതുപോലെ ഇവിടെ ഇബ്ലീസ് ഏറ്റവും ബെസ്റ്റ് അബ്ദായിരുന്നു, ഏറ്റവും നല്ല രീതിയിൽ ഇബാദത്ത് ചെയ്യുന്ന ഏറ്റവും റൈച്ചസ് ആയിട്ടുള്ള ഒരു അബ്ദായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യം വന്നപ്പം അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് അറിയാവുന്ന ഇബ്ലീസിന്റെ ഉള്ളിലുള്ള ആ സംഭവം പുറത്തോട്ട് ഇങ്ങോട്ട് വന്നു. ഇബ്ലീസ് അഹങ്കാരിയാണെന്ന് അവിടെ തെളിയിക്കപ്പെട്ടു. സുബ്ഹാനല്ലാഹ്. സൂറത്ത് ഇസ്രായില് 61-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, വഇദ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദു ലി ആദമ ഫസജദു ഇല്ലാ ഇബ്ലീസ ഖാല അഅസ്ജുദു ലിമൻ ഖലഖത ത്വീന. ഇതേപോലെ ഇതേ ആയത്തുകൾ തന്നെ അള്ളാഹു ആദമിന് നിങ്ങൾ ആദമിന് സാഷ്ടാംഗം ചെയ്യുക എന്ന് നാം മലക്കുകളോട് പറഞ്ഞ സന്ദർഭം. അപ്പോഴവർ സാഷ്ടാംഗം പ്രകടിപ്പിച്ചു, മലക്കുകൾ, ഇബ്ലീസ് ഒഴികെ. അപ്പൊ ഇബ്ലീസ് എന്താ പറഞ്ഞത്? നീ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയവന് ഞാൻ സാഷ്ടാംഗം ചെയ്യുകയോ? സുബ്ഹാനല്ലാഹ്, അല്ലെ? നീ മണ്ണെന്ന് ഉണ്ടാക്കിയ ഒരു സാധനത്തിന് ഞാൻ സാഷ്ടാംഗം ചെയ്യാനോ? ഞാൻ ചെയ്യൂല. അപ്പം ഇബ്ലീസിന്റെ മനസ്സിലുള്ള ആ ഒരു കാര്യം, കാരണം നമ്മൾ ഇതിന് മുമ്പുള്ള ഒരു ആയത്തിൽ പറഞ്ഞിരുന്നു, അല്ലെ, അള്ളാഹ്ക്ക് അറിയാം, ഇന്നി അഅലമു മാ തുബ്ദൂന വമാ കുന്തും തക്തുമൂൻ, നിങ്ങൾ മറച്ചു വെച്ചതും നിങ്ങൾ പുറത്തു പറയുന്നതും എനിക്കറിയാമെന്ന് അള്ളാഹ് പറഞ്ഞിരുന്നു. ഇബ്ലീസിന്റെ മനസ്സിൽ ഇന്നൊരു കാര്യം ഉണ്ടെന്ന് അള്ളാഹ്ക്ക് അറിയായിരുന്നു. അള്ളാഹ് പരീക്ഷണം കൊണ്ട് കൊണ്ടുവന്നു, അത് പുറത്തു വന്നു. നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ഹൃദയത്തിന്റെ അകത്തും പുറത്തുമുള്ളത് വേറെ ആണെങ്കിൽ എന്തായാലും അള്ളാഹു സുബ്ഹാനഹു വതആല അത് പുറത്തു കൊണ്ടുവരും. അപ്പൊ നമുക്ക് അള്ളാഹ്ക്ക് അതിന്റെ ഉള്ളിലുള്ളത് അറിയാന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളുടെ ഉള്ളിൽ നമ്മൾ ക്ലീൻ ആക്കി തുടങ്ങിയാൽ അത്രയും നല്ലത്. സുബ്ഹാനല്ലാഹ്. വേറൊരു ആയത്തില് സൂറത്ത് അറാഫില് 12-ാമത്തെ ആയത്തില് ഖാല അന ഖൈറും മിൻഹു ഖലഖ്തനി മിൻ നാർ വഖലഖ്തഹു മിൻ ത്വീൻ. അപ്പം അവൻ പറഞ്ഞു, ഞാനാണ് അവനേക്കാൾ മെച്ചം. ഇബ്ലീസ് പറയാണ്, അന ഖൈറും മിൻഹു, ഞാനാണ് അവനേക്കാൾ മെച്ചം. ഖലഖ്തനി മിൻ നാർ, നീ എന്നെ തീയിൽ നിന്നാണ് സൃഷ്ടിച്ചത്. വഖലഖ്തഹു മിൻ ത്വീൻ, അവനെ നീ മണ്ണിൽ നിന്നും, ആദമിനെ. കാരണം ഞാൻ അവനേക്കാൾ ബെറ്റർ ആണ്. എന്നെ തീയിൽ നിന്ന് സൃഷ്ടിച്ചു, നീ അവനെ ചെളിയിൽ നിന്നാണ്, അല്ലെ? എന്തുകൊണ്ടും തീയിനേക്കാളും ശ്രേഷ്ഠമല്ല ചെളി, തീയാണ് ബെറ്റർ. അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും ഞാനാണ് അവനേക്കാൾ അവളേക്കാൾ ബെറ്റർ, അല്ലെങ്കിൽ ഞാൻ ആളൊരു അടിപൊളി, ഓൾ എന്താ ഇങ്ങനെ, അല്ലെ ഓൻ എന്താ ഇങ്ങനെ എന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അടിപൊളിയാണ് അവരെന്താ എങ്ങനെ എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ഇബ്ലീസിൽ നിന്നുള്ളതാണ്. അതിന് എന്ത് കാരണം കൊണ്ടായിക്കോട്ടെ, പവർ ആയിക്കോട്ടെ, പൈസ ആയിക്കോട്ടെ, സ്റ്റേറ്റസ് ആയിക്കോട്ടെ, ഇൽമ ആയിക്കോട്ടെ, ബാധത്ത് ആയിക്കോട്ടെ, ഞാൻ ഭയങ്കര ബാധത്താന്ന് തോന്നിക്കഴിഞ്ഞാലും അത് ഇബ്ലീസിൽ നിന്നുള്ളതാണ്. ഓ, എന്റെ വീട് കണ്ടോ എന്ത് വൃത്തിയാ, എന്റെ ഹാർഡ് വർക്കാണ്, അല്ലെ? നമുക്ക് തോന്നാറില്ല? സുബ്ഹാനല്ലാഹ്. എന്റെ കുടുംബം കണ്ടോ എന്തൊരു സ്നേഹം, എന്തൊരു സന്തോഷം, എന്തൊരു യുണൈറ്റഡ് ആയിട്ടുള്ള ഫാമിലി, എന്റെ ക്ഷമയാണ്, ഞാൻ അങ്ങനെ നിന്നതുകൊണ്ടാണ്, അല്ലെ? പറയാറില്ലേ നമ്മള്? എന്റെ ബിസിനസ് കണ്ടോ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് മുമ്പോകുന്ന എന്റെ കഴിവാണ്, എന്റെ ഹാർഡ് വർക്കാണ്. ഒന്നുമല്ല, എല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ തൗഫീഖാണ്. അള്ളാഹു തടഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ക്ഷമ കാണിച്ചിട്ട് നമ്മൾ കാണിച്ചാലും ആ പറഞ്ഞ ഫാമിലി വേണമെങ്കിൽ സ്പ്ലിറ്റ് ആയി പോവാം. ഇത്ര സ്കില്ലുണ്ടെങ്കിലും ബിസിനസ് പൊളിഞ്ഞു പോവാം. എത്ര ഹാർഡ് വർക്ക് ചെയ്താലും വീട് വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ വൃത്തികേട് ഉണ്ടാവാം, അല്ലേ? ഇനി എത്ര ഇബാദത്ത് ചെയ്തു കഴിഞ്ഞാലും നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ അവിടെ നിന്ന് തിരിക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഡയലോഗ് അടിക്കാൻ പറ്റൂല. എല്ലാം അള്ളാഹുവിന്റെ തൗഫീഖാണ്.
പക്ഷെ നമ്മള് ഞാൻ അല്ലേ, ഞാൻ നല്ലതാണ്, എനിക്കറിയാം, എനിക്ക് തെറ്റ് പറ്റാറില്ല, ഞാനാണ് ടോപ്പ്, എനിക്കാണ് ബുദ്ധി, ഞാൻ ആളുകളോടൊക്കെ നല്ല രീതിയിലാണ് ഡീൽ ചെയ്യുക, ഞാൻ ആളുകളോടൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ട് ഡീൽ ചെയ്യുക, ഞാൻ എല്ലാവരെയും സഹായിക്കും, ഞാൻ അങ്ങനെ, ഞാൻ ഇങ്ങനെ, എനിക്ക് ഭയങ്കര ക്ഷമയാണ്. അന 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 അല്ലേ? ഈ അന എന്ന് പറയുന്നത് ആരുടെ സ്വഭാവമാണ്? ഇബ്ലീസിന്റെ. ആരാണ് ആദരവുള്ള ആള്? ആദം അലൈഹിസ്ലാം. ആദം അലൈഹിസ്ലാം ഇതൊക്കെ കണ്ടുകൊണ്ട് അവിടെ നിശബ്ദമായിട്ട് സ്വന്തം ക്വാളിറ്റി ഒക്കെ കാണിച്ചില്ലേ, ബുദ്ധിയും ഇൽമും ഒക്കെ കാണിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അതുപോലെ അനുസരിച്ചിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മള് അള്ളാഹു സുബ്ഹാനഹു വ തആല അതുപോലെ അത്രയും ഓണറബിൾ ആയിട്ടുള്ള, അത്രയും ആദരവ് കാണിക്കുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റമാണ്. അത്രയും എൽമുള്ളവരുടെ നേച്ചറാണ് എന്ത്? ആദരവ് കാണിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരിക്കലും അഹങ്കാരം കാണിക്കാതെ രീതിയിലെ എൽമുള്ളവർ പെരുമാറുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല അതാണ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ അള്ളാഹു 3 മോഡലുകളും കാണിച്ചു തന്നിട്ടുണ്ട് അല്ലെ? മലായിക്കത്തിന്റെ മോഡൽ, ആദം അലൈഹിസ്ലാമിന്റെ മോഡൽ, ഇബ്ലീസിന്റെ മോഡൽ. ഇനിയും കാണാനുണ്ട് ഇൻഷാ അല്ലാഹ്. ഇനിയും ചിലതൊക്കെ പഠിക്കാനുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്ക് എവിടെയെങ്കിലും തകബ്ബുർ എന്നുള്ളത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് അതാരായി? ഇബ്ലീസിന്റെ ക്വാളിറ്റി ആയി. ഇസ്തിക്ബാർ ആയി കഴിഞ്ഞാൽ നമ്മൾ ഇബ്ലീസിന്റെ ക്വാളിറ്റി ആയി. ഞാൻ സുജൂദ് ചെയ്യാൻ പോണില്ല, ഇബ്ലീസ് അതാ തീരുമാനിച്ചല്ലേ, ഇബ്ലീസ് വേഗം നിഷേധിച്ച് എന്നെ കൊണ്ട് പറ്റൂല. അപ്പം അത് സ്വീകാര്യമായിരുന്നില്ല. അതുകൊണ്ട് ഇബ്ലീസ് എന്തായി? കാന മിനൽ കാഫിരീൻ. ഇവിടെ ഞാൻ പറഞ്ഞു, നമുക്ക് 2 വഴികൾ ക്ലിയർ ആയിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് അല്ലെ? ഇബ്ലീസിന്റെയും മലായിക്കത്തിന്റെയും. ഇബ്ലീസ് മറ്റൊരു തരത്തിൽ അവരൊരു മിസ്റ്റേക്ക് അവർക്ക് പറ്റി അല്ലെ? അവർ അള്ളാന്റെ അടുത്ത് ചോദിച്ചിരുന്നു, എന്തിനാണ് ഈ ഒരു രക്തം ചിന്തുന്ന ഒരു കൂട്ടരെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നത് എന്ന്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പ്രൂവ് ചെയ്ത് കൊടുത്തപ്പോ, ഇല്ല, നീ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടില്ലല്ലോ, അതുകൊണ്ടല്ലേ അതങ്ങനെ ശരിയാവാന്നല്ല അവര് ചോദിച്ചത്. അവരെന്താ പറഞ്ഞത്? സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ. അവർക്ക് അവരുടെ അറിവുകേട് മനസ്സിലായി. അവരതിനെ വേഗം അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഏറ്റു പറഞ്ഞു, വിനയം കാണിച്ചു, കീഴൊതുങ്ങി, തെറ്റേറ്റു പറഞ്ഞു, അള്ളാഹുവിന്റെ മഹത്വത്തിനെ സ്ഥിരീകരിച്ച്, അള്ളാഹുവിന്റെ സിഫാത്തുകളെ എടുത്തു പറഞ്ഞത് അല്ലെ? ഇന്നക അൻതൽ അലീമുൽ ഹക്കീം, നീ തന്നെയാണ് അലീമും അൽ ഹക്കീമും. സുബ്ഹാനല്ലാഹ്. പക്ഷെ ഇബ്ലീസിന്റെ അടുത്ത് പറഞ്ഞപ്പം അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ, അവൻ അഹങ്കരിച്ചു. അവൻ അഹങ്കരിച്ചത് കാരണം കാഫിറുകളിൽ പെട്ടതായി. സുബ്ഹാനല്ലാഹ്. അപ്പം ഇബ്ലീസിന്റെ കഥ ഇനിയും ഖുർആനിലുടനീളം പല സ്ഥലങ്ങളിലും വരുന്നുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ആദം അലൈഹിസ്ലാമിന്റെ കഥയാണ്. ആദം അലൈഹിസ്ലാമിന്റെ സ്റ്റോറിയിൽ നിന്നുള്ള ലെസൺസ് ആണ് ഇൻഷാ അല്ലാഹ്. ഇനി തുടർന്ന് എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് നാളത്തെ ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. അൽഹംദുലില്ലാഹ്. اللهم اهدني وسددني. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم إني أسألك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حسني وذهاب همي. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. الحمد لله.